ബഹ്റൈനിൽ ഈ അടുത്തായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ബഹ്റൈൻ വാട്ടർ ടാക്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിൻ്റെ ടിക്കറ്റും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഹ്റൈൻ വാട്ടർ ടാക്സി. ഫുൾ ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ബോട്ടാണ്. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമാണ് ഉള്ളിലുള്ളത്. നമുക്ക് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് ഒരുപാട് സമയം എത്തുന്ന സ്ഥലത്തേക്ക് മിനിറ്റുകൾ കൊണ്ട് ഈ ഒരു വാട്ടർ ടാക്സി യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പോട്ടിൽ എത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 28 ആൾക്കാരെ ഒരേ സമയം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ബോട്ടാണ്. അതിൽ 8 പേർക്ക് ഉള്ള VIP സീറ്റും അതുപോലെ 20 സ്റ്റാൻഡേർഡ് സീറ്റുമാണ് ഈ ഒരു ബോട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെയാണ് അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മസാർ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മസാർ ആപ്പ് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഇതാണ് നമ്മുടെ മസാർ ആപ്പ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ ഡേ പാസും അതുപോലെ ബുക്ക് വാട്ടർ ടാക്സിയും കാണാം. ഡേ പാസ് എടുത്താൽ നിങ്ങൾക്ക് ആ ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. ബുക്ക് വാട്ടർ ടാക്സി ആണെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിൽ വേണം നമ്മൾ ആ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫ്രം ലൊക്കേഷനും അതുപോലെ ടു ലൊക്കേഷനും ഉണ്ട്. നമുക്ക് ഏത് ലൊക്കേഷനാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതും ആ ഒരു ടു ലൊക്കേഷനിൽ അതും കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. 6 സ്റ്റേഷനുകളാണ് ഈ ഒരു വാട്ടർ ടാക്സി സ്റ്റോപ്പുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ കൗണ്ട് എണ്ണം എത്രയുണ്ട് അത് അടിച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ബോട്ട് ടാക്സിയിൽ ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പം അതിലിതാ ടാക്സിയുടെ ടൈം നമുക്ക് കാണിക്കുമ്പോൾ ഒരുപാട് ടൈമിലായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ടാക്സി അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സമയത്താണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ ഒരു ടൈം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ബുക്ക് നൗ കൊടുക്കുക. പിന്നെ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാസഞ്ചേഴ്സിൻ്റെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അടിച്ചു കൊടുക്കണമെന്നില്ല. ആകെ ഫസ്റ്റത്തെ ഒരാളുടെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് അതിൽ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് VIP സീറ്റാണ്. അതുപോലെ തന്നെ താഴെയുള്ള ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ഗ്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ആരും ഒന്നും സെലക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്കിതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. VIP സീറ്റ് ആകുമ്പം റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള സീറ്റുകളും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 5 സീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അടുത്ത പേജിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഞാനിത് അങ്ങനെ 5 പേർക്കുള്ള സീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനിൽ പോവുക. അപ്പോൾ നമുക്ക് നമ്മളുടെ റേറ്റ് കാണിക്കും. എത്ര റേറ്റാണ് നമുക്ക് ആ ഒരു സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോപ്പിലേക്ക് ഉള്ളത് എന്നുള്ളത്. പിന്നെ വീണ്ടും നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ അതിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഇതിൽ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു താഴെ കാണുന്ന ആപ്പിൾ പേ എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ആ ഒരു ബോക്സിൽ ടിക്കറ്റ് കൊടുക്കുക. ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി എന്നുള്ള ആ ഒരു ബോക്സിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷന് ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഹോം പേജിലേക്ക് ഒരു QR കോഡ് വരും. ആ ഒരു QR കോഡാണ് നമ്മൾ ബോട്ട് കയറാൻ പോകുന്ന സമയത്ത് അവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു കറക്റ്റ് ടൈം ചെന്നിട്ടില്ലെങ്കിൽ നമുക്കത് മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ചെല്ലാൻ നോക്കുക. അപ്പോൾ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്